ഭഗവതിമാരുടെ സാന്നിധ്യങ്ങൾ ഭഗവതിമാരുടെ കുരിശികൾ പാട്ടുകൾ പൂജ പടയണി പലവക ഇങ്ങനെ ചെയ്തിടുമ്പോ അമ്മ ദേവതകളുടെ തട്ടകത്തിൽ കളം വരച്ച് പ്രാർത്ഥിച്ചതിൽ കലാരൂപങ്ങൾ ഉയർക്കൊണ്ടു. കാളിയൂട്ട്, നിടവലിയും, തീയാട്ടം, തെയ്യം, മുടിയേറ്റം എല്ലാം ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനയായപ്പോൾ പടയണി എന്ന കലാരൂപം ഉയർക്കൊണ്ടു. രാവുകളാകെ പടയണിക്കായി ഉണർന്നിരിക്കുമ്പോൾ നാം ഏവരുടെയും എഴുതുറക്കുന്ന പുലരികൾ വിരിയുന്നു. പ്രകൃതി കരിഞ്ഞരുളിയ കമുങ്ങിന്റെ പാള, തെങ്ങിന്റെ കുരുത്തോല, പൂക്കല, അടയ്ക്കാമരം ചേർന്ന് പാളക്കോലങ്ങൾ ഉയർക്കൊള്ളുന്നു. കരിയും മഞ്ഞളും ചെങ്കല്ലും ചേർന്ന് വിസ്മയ നിറങ്ങൾ പൂക്കുന്നു. ഭഗവതിയുടെ കൂളി ഗണങ്ങളായി പിശാചും മാടനും മർദ്ദയും യക്ഷിയും പക്ഷിയും കോലങ്ങൾ പകർന്നാടുന്നു. അമ്മ ഭഗവതി ഭൈരവി തുള്ളി ഉറഞ്ഞ് ചൂട്ടുകറ്റകളിൽ അത്തി കോർത്ത് ഇരുളിന് വെളിച്ചമേകുന്നു. വായ്ക്കുരുവയും വേളങ്ങളും ആർത്തുല്ലസിക്കുമ്പോൾ കളത്തിലെത്തുന്നു കോലങ്ങൾ. പിന്നിലാകെ തപ്പും ചെണ്ടയും കൈമണിയും നാദവിസ്മയം കൊണ്ട് ഗണപതിക്ക് നാളവും ചവിട്ടി അടിയന്തയും അണന്തയും ഒറ്റയും തുള്ളിയാടുമ്പോൾ ദേവിയും ഭക്തനും ഒറ്റ മനസ്സാകുന്ന പുണ്യം പടയണിക്കോലങ്ങൾ തുള്ളിയാടുമ്പോൾ സാക്ഷിയായി നമുക്കും പടയണിക്കളത്തിൽ പുണ്യം തേടാം. പടയണി പടയണി വാളത്തുങ്കൽ യുവജന സമിതി ദേശദേവനായിരിക്കുന്ന ശ്രീ മഹാദേവന് സമർപ്പിക്കുന്നു പടയണി. ചുരുക്കം ആയിട്ട് പടയണിയെ കുറിച്ച് നിങ്ങളെ ബോധിപ്പിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടയണി എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം കൂട്ടായ്മ, ഒത്തുചേരൽ, സംഘടിക്കൽ എന്നതാണ്. ഒരു ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട എല്ലാ അവാന്തര വിഭാഗങ്ങളും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രാചീന കലയാണ്, ക്ഷേത്രകലയാണ് പടയണി. ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞത് ഇത് അവതരിപ്പിക്കുന്ന ആൾക്കാരും അത് ശ്രവിക്കാനോ കാണാനോ എത്തിയിരിക്കുന്ന ആൾക്കാരും അങ്ങനെ രണ്ട് വിഭാഗം ഇല്ല എന്നുള്ളതാണ്. എടുത്തു തുള്ളുന്നതിൽ ഏറ്റവും വലിയ കോലമാണ് ഭൈരവി കോലം. ഭൈരവി കോലത്തിന്റെ കണക്ക് പറഞ്ഞാൽ അത് പാളയുടെ കണക്കാണ്. ഭൈരവി കോലത്തിന്റെ കണക്ക് എത്ര പാള ആ കോലത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കണക്ക്. എടുത്ത് തുള്ളാവുന്ന ഏറ്റവും വലിയ കോലം 101 പാളയുടെ കോലമാണ്. 101 പാളയിൽ എഴുതിയ കോലമാണ് എടുത്ത് നമുക്ക് തലയിൽ വെച്ച് തുള്ളാവുന്നതിൽ ഏറ്റവും വലിയ കോലം. നമ്മളിപ്പോ ഇന്ന് ഇവിടെ കളത്തിൽ അവതരിപ്പിക്കുന്നത് 32 പാളയുടെ ഭൈരവി കോലമാണ്. ഭൈരവി എന്നത് അമ്മയുടെ തനി സ്വരൂപമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും അമ്മ കളത്തിൽ എത്തുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത് അതേമാതിരി തന്നെ വായ്ക്കുരവകളോടും എഴുന്നേറ്റ് നിന്ന് വായ്ക്കുരവകളോടും ആർപ്പ് വിളികളോടും കൂടി വേണം അമ്മയെ കളത്തിലേക്ക് ആനയിക്കാൻ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും താഴ്മയായി
നരേന്ദ്രമുഖി നാനാരൂപധരേ സുധാരധരേ വിദ്യാധരേ ശങ്കരി ഗൗരി കൂട്ട മർദ്ദക്കൊലകളാണ്. 4-5 മർദ്ദക്കൊലകളാണ്. ഞാൻ മുമ്പേ പറയുണ്ടായി. എന്താണ് മറു തായ്, അതായത് മറ്റൊരു അമ്മ, പോറ്റമ്മ, പെറ്റമ്മ അല്ലാതെ മറ്റൊരു അത് 2 അന്തര യക്ഷിക്കോലങ്ങൾ എത്തുന്നു. അവരേരോകാരും തമ്മിൽ പൊരുതുകുലം അറുതി ഭവിച്ച
പരമേ പരമശിവ പരമേശ്വര ജയ ദുരിതഹര ദുരിതാപഹാര ഇവരുടെ കോപമോടെ പതിഞ്ഞാൽ നിന്റെ ഒരു മലരടി കുമ്പിടുന്നേ ഇവരുടെ കോപമോടെ പതിഞ്ഞാൽ നിന്റെ ഒരു മലരടി കുമ്പിടുന്നേ ഇവരുടെ കോപമോടെ പതിഞ്ഞാൽ നിന്റെ ഒരു മലരടി കുമ്പിടുന്നേ ഇവരുടെ അന്തകവൈരി പുരാന്തകൻ ഗുണ യന്ത്രവും ഒന്നരുൾ ചെയ്തിടേണോ അന്തകവൈരി പുരാന്തകൻ ഗുണ യന്ത്രവും ഒന്നരുൾ ചെയ്തിടേണോ അരളിത്തലങ്ങളിലിങ്ങനെ ചില ഭഗവതിമാരുടെ സാന്നിധ്യങ്ങൾ കുരിശികൾ പാട്ടുകൾ പൂജ പടയണി പലവക ഇങ്ങനെ ചെയ്തിടുമ്പോൾ ഗുണമതികൾ വരുമാനുമേക്കിടെ ഒഴിപതിനോ തുണ പാകി പാകി തിത്തകതത്തക 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 തിത്തത്താങ്കർന്നു തികിതകതത്തക തികിതകതത്തക തികിതത്താങ്കർന്നു തിത്തകതത്തക തിത്തത്താങ്കർന്നു തികിതകതത്തക തികിതത്തക തികിതത്താങ്കർന്നു തികിതത്തു ചിത്താകർന്നു തകതി രണ്ട് അരക്കി യക്ഷികളാണ് മറ പിടിച്ച് കഥകളി പോലെ മറ പിടിച്ച് അരങ്ങ് തകർക്കുന്ന രണ്ട് പക്ഷിക്കോലങ്ങളാണ് യക്ഷിക്കോലങ്ങളാണ് കളത്തിലെത്തിയിരിക്കുന്ന അരക്കി യക്ഷികൾ. രണ്ട് യക്ഷികൾ തമ്മിൽ പോലും നടത്തുന്ന ഇതിഹാസമാണ് ഇവിടെ അവതരിക്കാൻ പോകുന്നത്.
gira karu kudaka binda dom 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 timmi gira karu kudaka da kati kyoda timmi gira karu kudaka binda dom 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 timmi gira karu kudaka da kati kyoda timmi gira karu kudaka binda dom 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 timmi gira karu kudaka kati kyoda timmi gira karu kudaka binda dom 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 timmi gira karu kudaka kati kyoda timmi gira karu kudaka binda dom 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 timmi gira karu kudaka kati kyoda timmi gira dom dom timmi gira karu kudaka kati kyoda timmi gira karu kudaka binda dom dom timmi gira karu ഓഗിരി സുതയുടയത മലരതിലതി സാധ്യതമുള്ള മതിമുഖിയുടെ അതികോപമൊടലറിടിന നാദ അടുത്തായി കളത്തിൽ വരുന്നത് രണ്ട് അന്തര യക്ഷിക്കോലങ്ങളാണ്. കളത്തിലെത്തുന്നത്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന കോലം കാലക്കോലം. ഇതിൻ്റെ പിന്നാലെ ഇത് തുള്ളിക്കഴിഞ്ഞാൽ കാലക്കോലം എഴുന്നള്ളും. ഞാൻ വസിച്ചിരുന്ന മുല്ലപ്പൂന്തോട്ടത്തിൽ ഞാനിതാ പോകുന്നേ തോഴിമാരെ. മുല്ലപ്പൂന്തോട്ടത്തിൽ
രക്ഷിമാർക്ക് ഓരോരോ മാലധര മതമുള്ളോ ഈ കളത്തിൽ ഇരുകാതം വഴി വിട്ടം ഇടം തന്നോ രക്ഷിമാർക്ക് കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലം കോലമാണ് അടുത്തതായി കളത്തിൽ എത്തുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് കാലം കോലത്തിൻ്റെത്. അതായത് മാർക്കണ്ഡേയ ചരിതമാണ് കാലം കോലത്തിന്റെ ഇതിവൃത്തം. മാർക്കണ്ഡേയ ചരിതം ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. എങ്കിൽ പോലും അതിന്റെ രക്തചുരുക്കം ഞാനൊന്ന് പറയാം. മാർക്കണ്ഡേയൻ ജനിക്കുന്നതിന് മുമ്പ് തന്റെ മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് വേണ്ടി തപസ് ചെയ്യുകയാണ്. ദീർഘകാലം പരമശിവനെ തപസ് ചെയ്ത് അവരുടെ തപസ് ഫലമായി ജന്മം കൊണ്ടതാണ് മാർക്കണ്ഡേയൻ. പക്ഷേ ജന്മം കൊള്ളുന്ന സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് പരമശിവൻ. ജനിക്കുന്ന കുട്ടി ഏത് കുട്ടിയായിരിക്കണം? 16 വയസ്സുള്ള മിടുമിടുക്കനായ ഒരു കുട്ടിയെ വേണോ? അല്ല, 100 വയസ്സ് വരെ ജീവിക്കുന്ന മണ്ടനായ ഒരു കുട്ടിയെ വേണോ എന്ന് പരമശിവൻ ആരായുമ്പോൾ മാർക്കണ്ഡേയന്റെ മാതാപിതാക്കൾ സധൈര്യം പറയുന്നു, ഞങ്ങൾക്ക് 16 വയസ്സുള്ള അതിസമർത്ഥനായ അതിമിടുക്കനായ ഒരു കുട്ടിയെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. മതിയിൽ വന്നു മുതിരു വല്ലൽ കളവാതിന്നു മതിതരാൻ മദനവൈരിയായി നീയൊഴിഞ്ഞു മറ്റില്ലാശ്രയം ഇഷ്ടമോടു കഷ്ടതകളഞ്ഞു പുഷ്ടി നൽകുവാൻ ഒട്ടനേകം ഓടോ യാത കർമാവും കഴിച്ച് ജനിവ ഷോഡശായിരത്തിനൊപ്പം ഓർത്തു പോയി ദൈവമേ അതരത്തിൽ സാധമാത
സുഖത്തിൽ സൗഖ്യമായിഞ്ഞു വസിച്ചാലോ നമസ്തേ ശ്യാമമയ്ക്കുന്നേ നിദാനോ നമസ്തേ നാനുഖാനാദി മതിക്കും നമസ്തേ ശ്യാമമയ്ക്കുന്നേ നിദാനോ അടുത്തിട്ട് കുറിച്ചിട്ട് കടിച്ചിട്ട് വിളച്ചിട്ട് അടുത്തൊരു കരത്തിൽ കണ്ടിളക്കിയിട്ട് അടുപ്പം മമ പ്രാർത്ഥിക്കലതൊഴിപ്പാനത് ഒരുത്തർക്കും കടക്കുള്ളൊരു നമുക്കുള്ളൊരു വിധിയത്രേ ചുറ്റി പിളർത്താനായി തുറന്നപ്പോ അരണ്ടാനത്ഭുതത്തോടെ ൂടി ശംഭുജൻ ചെന്നു ഉർവിയാകെ വിളയ്ക്കുന്നു ഗർഭമുള്ളി ഉറയ്ക്കുന്നു സർവനേറ്റം കയർക്കുന്നു സർവകാലം കയർക്കുന്നു തിമിർക്കുന്നു തീർക്കും ഭാവത്തോടി അടുക്കുന്നതു കണ്ടെന്നാരിയായി അക്കശൈലങ്ങളും പാടെ ഞെട്ടി ഞെട്ടി വിളയ്ക്കുന്നു അക്കരയിലൂടെ കണ്ടനയും മരുകണ്ടിട്ടു നാഴികക്കിടയിൽ ചുറ്റുചില കൂടി വന്നു ഒട്ടുകൊണ്ടു വിചാരിച്ചു ഭൂമി ദേവി കാലാരി കണ്ടുചൂലം മാറിൽ കാലത്തുടൻ കാലന്മാർ ാലമുണ്ടേ ഹരനും പണ്ട് ആനതൻ വടിവതായി മാതുമാൽ പിടിയുമായി കാലനെ കളിക്കും കാലോ ആന പോൽ മുഖവും കൊമ്പും വരതുടൽ കരങ്ങൾ 5 ഗണമതിൽ പൂണുനൂലെ വയറൊരു മല കണക്കേ തളയൊടു കാൽച്ചിലമ്പ് കിലുകിലെ കിലുങ്ങുമാറ് ഹരയുടെ മുന്നിൽ ചെന്നാസ്തയായ കളിച്ച പുള്ളയ്ക്കാർത്തി അകറ്റി സ്വാമി അടയൊടു പനസമർപ്പം കദളിയും തേനും പൊടി അരിമലർച്ചോളം വെച്ചിരുന്നേൻ നിങ്ങൾ കഞ്ചൂപവും കണ്ടു
നാഗങ്ങൾ തങ്ങൾ വസിക്കും സ്ഥലങ്ങളിൽ എന്നോ വാഴ്കയിനി മേൽമനുഷ്യരോ ഒന്നും പീഠകൾ ചെയ്യാതെ വാങ്ങൂ. ജയ ജയ ഭഗവതി നമസ്തുതേ ജയ ജന മൃതിനാശിനി നമസ്തുതേ ജയ ജയ ഭഗവതി നമസ്തുതേ ജയ ജന മൃതിനാശിനി നമസ്തുതേ കാളികരാളി നമസ്തുതേ ജയ ശ്രീഭദ്രകാളി നമസ്തുതേ ജയ കാളികരാളി നമസ്തുതേ ജയ ശ്രീഭദ്രകാളി നമസ്തുതേ ജയ പരമരുളമ്മേ നമസ്തുതേ ജയ ശ്രീഭദ്രകാളി നമസ്തുതേ ജയ പരമരുളമ്മേ നമസ്തുതേ ജയ ശ്രീഭദ്രകാളി നമസ്തുതേ ജയ ധനത്തിനും ബലത്തിനും കുലത്തിനും ജനത്തിനും ധനത്തിനോ ബലത്തിനോ കുലത്തിനോ ജനത്തിനോ ധനത്ത നൽകി രക്ഷിക്കാം നമസ്തേശ്വരി തൊഴാം തൊഴാം ധനത്തെ നൽകി രക്ഷിക്കാം നമസ്തേശ്വരി തൊഴാം തൊഴാം പോകുന്നേൻ പോകുന്നേനോ ഞാനോ ഞാൻ പോകുന്നേൻ കൊല്ലേഴും ദേവിയെ കൈതൊഴുന്നേൻ പോകുന്നേൻ പോകുന്നേനോ ഞാനോ ഞാൻ പോകുന്നേൻ ചൊല്ലേലും വളരെ പതുക്കെ ദേവിയെ കൈകൊള്ളുന്നേൻ ചൊല്ലേഴും കളരീതിൽ ദേവിയെ കൈതൊഴുന്നേൻ പടയണി ചടങ്ങുകൾ ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്.